പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപം ട്രാഫിക് അറിയിപ്പ് കാറ്റിൽ പറത്തി സ്വകാര്യ ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റുന്നു. ഇവിടെ ബസ് നിർത്തി ആളുകളെ കയറ്റുവാനോ ഇറക്കുവാനോ പാടില്ല എന്ന ബോർഡുകൾക്ക് ട്രാഫിക് പോലീസ് റോഡിനരികിലായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ അറിയിപ്പ് കാറ്റിൽ പറത്തി എന്നും ബസ്സുകൾ അവിടെ തന്നെ നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും പതിവ് കാഴ്ചയാണ്. പലപ്പോഴും ഇത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. ട്രാഫിക് നിയമങ്ങൾ വെല്ലുവിളിച്ചാണ് സ്റ്റാൻഡിൽ നിന്നിറങ്ങുന്ന മിക്ക സ്വകാര്യ ബസ്സുകളും യാത്രക്കാരെ കയറ്റുന്നത്. സ്റ്റാൻഡിൽ നിന്നിറങ്ങി 10 മീറ്റർ കഴിഞ്ഞാൽ തുടരെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് പതിവാണ്. ഒന്നിലധികം ബസ്സുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് സാധാരണ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി സാമൂഹ്യ പ്രവർത്തകൻ ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. പാലക്കാട് നഗരഹൃദയത്തുള്ള സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് നിരവധി ബസ്സുകൾ തൃശ്ശൂർ, അതുപോലെ ചിറ്റൂർ, കിഴക്കൻ മേഖലയിലേക്കും എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സുകൾ വന്നു പോകുന്ന സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് കഴിഞ്ഞ് 10 മീറ്റർ പോലും കഴിഞ്ഞ ഉടനെ സ്റ്റാൻഡ് കഴിഞ്ഞ് 10 മീറ്റർ കഴിഞ്ഞാലടക്കം ബസ്സുകൾ, നിരവധി ബസ്സുകളാണ് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് പോലും ട്രാഫിക് പോലീസ് വെച്ചിട്ട് പോലും ഇവിടെ ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും. ഇത് കാരണം കാൽനട യാത്രക്കാരും മാത്രമല്ല ഇരുചക്ര വാഹന യാത്രക്കാരുൾപ്പെടെ വലിയൊരു അപകടത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം തോന്നുന്ന പോലെ ബസ്സുകൾ ആളുകളെ കയറ്റി ഇറക്കുന്നത് കാരണം ഒരു ബസ് നിർത്താനുള്ള സ്ഥലത്താണ് പിന്നിൽ വരുന്ന ബസ്സുകൾ നിൽക്കുകയും ആളെ കയറ്റുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ബസ് നിർത്തുന്ന പോലെ ഇരുചക്ര വാഹനക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുക. എന്നാൽ ഇതിനകത്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ബസ്സുകൾ ഈ ചെയ്യുന്ന നടപടി പോലീസ് അധികൃതരടക്കം കണ്ണടച്ചിട്ട് പോകുന്നു. ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പോലീസ് ഉണ്ടാവും നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാലും അവരുടെ കൺമുന്നിൽ കൂടി അടക്കം ഈ ബസ്സുകൾ നിർത്തുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ വയസ്സായവരും മറ്റും ആളുകളൊക്കെ കാൽനട യാത്രക്കാരൊക്കെ പോകുന്നതാണ്. ബസ് കയറാൻ വേണ്ടി അടക്കം സ്റ്റാൻഡിൽ പോകും. ഈ സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ കയറ്റിയ ബസ് വീണ്ടും വഴിയോരത്ത് നിർത്തി ആളെ കയറ്റുക എന്ന് പറയുന്നത് യാതൊരുവിധ ഇതുമില്ലാത്ത രീതി, മാനദണ്ഡങ്ങളും പാലിക്കാതെ ട്രാഫിക് നിയമങ്ങൾ നഗ്നമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ട മൈതാനത്തേക്കുള്ള ബൈപ്പാസ് റോഡിലാണ് ഈ രീതിയിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടുമാണ് ഗതാഗത കുരുക്ക് കൂടുതലായി ഉണ്ടാവുന്നത്. കുരുക്ക് നിയന്ത്രിക്കാൻ പ്രദേശത്ത് ട്രാഫിക് പോലീസുമില്ല. ബൈപ്പാസ് റോഡിൽ വൺ വേ ആയിട്ടും ഇതാണ് അവസ്ഥ. യാത്രക്കാരെ കയറ്റാൻ പലപ്പോഴും ബസ്സുകൾ റോഡിന്റെ മധ്യഭാഗത്ത് പെട്ടെന്ന് നിർത്തുന്നത് അപകടത്തിന് വഴിയൊരുക്കുന്നു. പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ബസ്സുകൾക്ക് പിന്നിൽ. തൃശൂർ, നെന്മാറ, കൊടുവായൂർ, പല്ലശന, കൊല്ലങ്കോട്, ഒലവക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് ആളുകളെ കയറ്റാൻ സ്റ്റോപ്പില്ലാത്ത സ്ഥലത്തും തുടർച്ചയായി നിർത്തി മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മറ്റു വാഹനയാത്രക്കാർ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ല. UTV ന്യൂസ്, പാലക്കാട്.